പൊരുത്തപ്പെട്ടും ജീവിക്കേണ്ട റൂട്ടും രീതിയും ആകൃതിയും മനസ്സിലാക്കി തന്ന സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും ഇടക്കുള്ള മധ്യവർത്തി, സൃഷ്ടാവിൻ്റെയും സൃഷ്ടികളുടെയും ഇടക്കുള്ള ശുപാർശകൻ, ഉടമസ്ഥന്റെയും അടിമകളുടെയും ഇടക്ക് അള്ളാഹു നിശ്ചയിച്ച പ്രവാചകർ മുഹമ്മദ് മുസ്തഫ. ആ നബി കരീം സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് വയസ്സ് 58 റസൂലുള്ള മദീനത്ത് ജീവിക്കുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ ഭൗതിക ശരീരം ദീനി ദഅവത്തുമായി ആധികാരികമായി നബി തങ്ങൾ 58ാമത്തെ വയസ്സിൽ മദീനയിൽ ജീവിച്ചിരിപ്പുള്ളപ്പോൾ നമ്മുടെ കേരളത്തിൽ ഇസ്ലാം സ്വഹാബാക്കൾ എത്തിക്കുകയും പള്ളി സ്ഥാപിക്കുകയും ജുമുഅ സ്ഥാപിക്കുകയും ജമാഅത്തുകൾ സ്ഥാപിക്കുകയും തറാവീഹുകൾ നടത്തുകയും നിക്കാഹുകൾ നടത്തുകയും തുടങ്ങി ആട്ടുതൊട്ടിൽ മുതൽ മയ്യിത്ത് കെട്ടിൽ വരെ നീണ്ടുകിടക്കുന്ന പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ മുഴുവൻ കാര്യങ്ങളും സ്വഹാബാക്കൾ നേരിട്ട് ഇവിടെ പഠിപ്പിച്ചിട്ടുണ്ട് എന്നതിന് ചരിത്രരേഖകൾ ഏറെയുണ്ട്. ഒന്ന്, ബഹുമാനപ്പെട്ട സ്വഹാബ മാലിക് ഇബ്നു ദീനാർ റളിയല്ലാഹു അൻഹു, തമീമുൽ അൻസാരി റളിയല്ലാഹു അൻഹു തുടങ്ങിയ സ്വഹാബ കേരളത്തിൽ വന്നു എന്നത് ആധികാരിക രേഖയാണ്. രണ്ട്, ഒരു സ്വഹാബി പ്രമുഖൻ കേരളത്തിൽ താമസിച്ചു, കോഴിക്കോടിനടുത്ത് മുഗീറദാർ. അതുകൊണ്ടാണ് ആ പ്രദേശത്തെ ഇന്നും മുഗീറദാർ ആ സ്വഹാബി താമസിച്ച വീട് നിൽക്കുന്ന സ്ഥലം. രണ്ട്, മൂന്നാമത് ചരിത്രം, കേരളത്തിൽ സ്ഥാപിച്ചിരിക്കുന്ന പള്ളികളിൽ ഏറ്റവും പഴക്കമുള്ള പള്ളിയിൽ സനത്ത ഹംസ് ഹിജ്റ 5-ാം വർഷം സ്ഥാപിച്ചിരിക്കുന്ന പള്ളി. ഹിജ്റ 53-ൽ നബി തങ്ങൾ മദീനയിലേക്ക് ഹിജ്റ പോകുന്നു. 53-ഉം 5-ഉം 58. റസൂലുള്ള വഫാത്താകുന്നത് വയസ്സ് 63. റസൂലുള്ള വഫാത്താകുന്നതിന് 5 വർഷം മുമ്പ് കേരളത്തിൽ സ്ഥാപിച്ച പള്ളി. അപ്പോൾ റസൂലുള്ളാഹിയുടെ ഹയാത്ത് കാലത്ത് തന്നെ ഇവിടെ പള്ളി സ്ഥാപിച്ചു, സ്വഹാബാക്കൾ വന്നു, പരിശുദ്ധ ദീനുൽ ഇസ്ലാമിൻ്റെ ഓരോ കാര്യങ്ങളും ഇവിടെ പഠിപ്പിക്കപ്പെട്ടു എന്നത് ആധികാരിക രേഖയാണ്. ആ സ്വഹാബാക്കളിൽ നിന്ന് ദീനുൽ ഇസ്ലാമിനെ അടർത്തിയെടുത്ത, ദീനുൽ ഇസ്ലാമിനെ പകർത്തിയെടുത്ത, ദീനുൽ ഇസ്ലാമിനെ പരിപൂർണമായി സ്വീകരിച്ച ആ സ്വഹാബാക്കൾ എന്ന് പഠിച്ച പോരാ, സ്വഹാബാക്കളെയും അറബി സഹോദരങ്ങളെയും കണ്ട് പരിശുദ്ധ ഇസ്ലാമിനെ മനസ്സിലാക്കിയ ഈ കേരളം ഭരിച്ചിരുന്ന ഒരു ഭരണാധികാരി പെരുമാൾ ചക്രവർത്തിമാരുടെ കൂട്ടത്തിൽപ്പെട്ട ഒരു പെരുമാൾ, അദ്ദേഹം കൊടുങ്ങല്ലൂരിൽ നിന്ന് മക്കത്തുൽ മുക്കറമയെ ലക്ഷ്യം വെച്ചുകൊണ്ട് യാത്ര ചെയ്യുകയും നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളെ നേരിൽ പോയി കണ്ട് ഇസ്ലാം മതം സ്വീകരിച്ച് സ്വഹാബിയാവുകയും ചെയ്തിട്ടുണ്ട് എന്നും ചരിത്രത്തിൽ രേഖകളാണ്. ഈ രേഖകളെല്ലാം വെച്ചുകൊണ്ട് നമുക്ക് പറയാം, ഹബീബ് മുഹമ്മദുർ റസൂലുള്ളാഹ് നബിതങ്ങളിൽ നിന്ന് നേരിട്ട് ദീൻ പഠിച്ച സ്വഹാബാക്കളാണ് കേരളത്തിൽ പള്ളി സ്ഥാപിച്ചത്. ആ സ്വഹാബാക്കളാണ് ജുമുഅ സ്ഥാപിച്ചത്. ആ സ്വഹാബാക്കളാണ് ജമാഅത്ത് കാണിച്ചു തന്നത്. ആ സ്വഹാബാക്കളാണ് തറാവീഹ് നിസ്കരിച്ച് കാണിച്ചു തന്നത്. ആ സ്വഹാബാക്കളാണ് നിക്കാഹ് ചെയ്ത് കാണിച്ചു തന്നത്. ആ സ്വഹാബാക്കളാണ് മയ്യത്ത് കുളിപ്പിച്ചും കഫം ചെയ്തും മറവ് ചെയ്തും കാണിച്ചു തന്നത്. അവരാണ് മയ്യത്ത് നിസ്കരിച്ച് കാണിച്ചു തന്നത്. ഈ രേഖകളൊക്കെ വെച്ചുകൊണ്ട് പ്രിയപ്പെട്ട സഹോദരങ്ങളെ, കേരളത്തിലെ ഇസ്ലാം നബി തങ്ങളുടെ കാലത്ത് തന്നെ വരികയും സ്ഥാപിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തതാണ്. ആ ഇസ്ലാമിനെ നമുക്ക് ലഭിച്ചപ്പോൾ നേരത്തെ നമ്മൾ പറഞ്ഞതുപോലെ പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ബഹുമാനപ്പെട്ട പൊന്മള ഉസ്താദ് പറയുന്ന ഹദീത്ത് ഞങ്ങൾക്ക് ഹദീത്ത് പഠിപ്പിച്ചു തന്ന മർക്കസുസ് സഖാഫത്ത് സുന്നിയയിലെ ഷെയ്ഖുൽ ഹദീത്ത് നെല്ലിക്കുത്ത് ഉസ്താദ്, അദ്ദേഹത്തോട് ഞങ്ങൾ ചോദിച്ചു, അല്ല ഉസ്താദെ, നിങ്ങൾ റസൂലുള്ളാഹിയുടെ എത്രാമത്തെ ശിഷ്യനായി വരും? അപ്പൊ അദ്ദേഹം മിനിഞ്ഞാന്ന് പോലും എന്നോട് പറഞ്ഞു, ഞാൻ റസൂലുള്ളാഹി മുതൽക്ക് 25ാമത്തെ ശിഷ്യനാണ്, അപ്പൊ നിങ്ങൾ 26ാമത്തെ ആളായിരിക്കുമെന്ന്. പ്രിയപ്പെട്ട സഹോദരന്മാരെ, അത്രയും പാരമ്പര്യത്തോടു കൂടെയാണ് പരിശുദ്ധ ഇസ്ലാമിൻ്റെ ഓരോ വിഷയങ്ങളും നാം ചർച്ചയ്ക്ക് വെക്കുന്നതെങ്കിൽ, ഇതിനിടയ്ക്ക് അടുത്ത കാലത്ത് 1 നൂറ്റാണ്ട് പൂർത്തിയായിട്ടില്ലാത്ത വഹാബിസം, 1/2 നൂറ്റാണ്ട് പൂർത്തിയായിട്ടില്ലാത്ത വഹാബിസം, ആ വഹാബിസം ഈ രാജ്യത്ത് അവർ നവോത്ഥാനം നടത്തിയെന്നാണ് പറയുന്നത്. ഒന്ന്, കേരളത്തിലെ മുസ്ലിംകളും, ആ മുസ്ലിംകളിൽ അള്ളാഹുവിൻ്റെ ദീൻ പഠിപ്പിക്കുന്നതനുസരിച്ച് ഇസ്ലാമിന് വളരെ പ്രത്യേകമായി കാത്തു സൂക്ഷിക്കൽ നിർബന്ധമുള്ള 3-4 തരം ബന്ധങ്ങളുണ്ട്. എന്താണത്? ഒന്ന്, നാം തമ്മിലുള്ള രക്തബന്ധം. ആ രക്തബന്ധത്തിൽ നമ്മുടെ മാതാവ്, പിതാവ്, ആ രക്തബന്ധത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കണ്ണികളാണ്.
രണ്ടാമത് നാം തമ്മിലുള്ള വിവാഹബന്ധം. ആ വിവാഹബന്ധത്തിലെ കണ്ണികൾ വളരെ പ്രധാനപ്പെട്ടതാണ് പ്രിയപ്പെട്ട സഹോദരങ്ങളെ. മൂന്നാമത് നാം ഒരു പ്രദേശത്ത് താമസിക്കുമ്പോൾ അയൽവാസികൾ എന്ന രീതിയിലുള്ള നമ്മുടെ അയൽവക്ക ബന്ധം. ഈ 3 ബന്ധങ്ങളെയും ഒരുമിച്ച് തകർത്ത് കളഞ്ഞു എന്നതാണ് വഹാബിസത്തിന്റെ ഈ രാജ്യത്തെ നവോത്ഥാനങ്ങളിൽ ഏറ്റവും പ്രധാനപ്പെട്ടത്. ഞാൻ ഉദാഹരണത്തിന് പറയാം. ഒരു കുടുംബത്തിൽ 10 അംഗങ്ങൾ. നേരത്തെ അങ്ങനെയാണല്ലോ, ഇപ്പോഴുള്ള കുട്ടികൾ കുറഞ്ഞത്. നേരത്തെ നമ്മളെ നാട്ടിലുണ്ട് ഒരു ചെറിയോനാ, അയാൾക്ക് 18 മക്കളാ. അയാളെ മതിൽ ചാടി രാത്രി 2 മണിക്ക് കള്ളന്മാർ വന്ന് നോക്കുമ്പം മുറ്റത്ത് ഒന്നായിട്ട് ചെരുപ്പ്. അപ്പം ഇതിൻ്റെ അകത്ത് വല്ല ജനറൽ ബോഡി നടക്കാന്ന് വിചാരിച്ചിട്ട് കള്ളന്മാരൊക്കെ തിരിച്ച് അങ്ങോട്ടല്ലേ. അപ്പോൾ ഇപ്പം നമ്മളാകെ 1 2 അര മതി എന്ന് പറയുന്ന കാലഘട്ടം. അപ്പോൾ ഒരു 18 മക്കളുള്ള ആചാര്, അദ്ദേഹവും അദ്ദേഹത്തിൻ്റെ മക്കളും ഒരുമിച്ച് താമസിക്കുന്ന ഒരു വലിയ കുടുംബം. ആ കുടുംബത്തിലെ അദ്ദേഹം, ജ്യേഷ്ഠൻ, അനുജൻ, മക്കൾ, പെൺമക്കൾ, ആൺമക്കൾ, അവരെ വിവാഹം ചെയ്ത് കൊണ്ടുവന്നിരിക്കുന്ന പെൺമക്കൾ, അവർ വിവാഹം ചെയ്ത് അയച്ചപ്പോൾ ആ പെൺകുട്ടികളുടെ ഭർത്താക്കൾ, ഇങ്ങനെ തുടങ്ങിയിട്ട് ഒരു വലിയ കുടുംബമാണ്. ആ കുടുംബത്തിൽ വർഷത്തിലൊരിക്കൽ ആചാരെന്ത് ചെയ്യാറുണ്ട്? പ്രത്യേകിച്ച് ഈ മക്കളും കുടുംബവും ഒക്കെ തേറി താമസിക്കുന്ന ഈ വലിയ വീട്, അത് ഇയാളെ വാപ്പുണ്ടാക്കിയതാണ്. ആ വലിയ വീട്. ആ വാപ്പ മരണപ്പെട്ട ശേഷം എന്തു ചെയ്യും? എല്ലാ വർഷവും വല്ലിപ്പ മരണപ്പെട്ട ദിവസം വരുമ്പോൾ ഈ മക്കളെ എല്ലാവരെയും ഇരുത്തി, ആൺകുട്ടികളും പെൺകുട്ടികളും ഒക്കെ ചേർന്ന്, മക്കളെ, വാപ്പ പറയുകയാണ്, മക്കളെ, നാം താമസിക്കുന്ന ഈ വലിയ വീട് അത് എൻ്റെ ഉപ്പ, നിങ്ങളെ വല്ലിപ്പ ഉണ്ടാക്കിയതാണ്. പഴയ കാലത്ത് പട്ടിണി കിടക്കുന്ന കാലത്ത് ഉണ്ടാക്കിയതാണ് ഈ വീട്. ഈ പറമ്പ് വാപ്പ സമ്പാദിച്ചതാണ്. നമ്മൾ ഇന്ന് ജീവിക്കുന്ന ഈ വരുമാനമൊക്കെ ഉപയോഗിക്കുന്ന ഈ റബ്ബർ തോട്ടം അത് വല്ലിപ്പ പണ്ട് കഷ്ടപ്പെട്ടുണ്ടാക്കിയതാണ്. അതുകൊണ്ട് ആ വല്ലിപ്പാക്ക് ഇന്ന് നമുക്ക് ചെയ്യാൻ പറ്റിയതിൽ ഏറ്റവും പ്രധാനപ്പെട്ടത് വല്ലിപ്പാക്ക് വേണ്ടി അള്ളാഹുവിൻ്റെ ഖുർആൻ ഓതിക്കൊണ്ട് നമുക്ക് ദുആ ചെയ്യാം എന്ന് പറഞ്ഞുകൊണ്ട് വർഷങ്ങളായി മക്കളും ഒക്കെ ചേർന്ന്, ഇത് അദ്ദേഹത്തിന് എങ്ങനെ കിട്ടിയതാ? ബഹുമാനപ്പെട്ട ബാപ്പയ്ക്ക് തങ്ങളെ കൂടെ അദ്ദേഹം താമസിച്ചപ്പോൾ ബാപ്പയ്ക്ക് തങ്ങളിൽ നിന്ന് കിട്ടിയ അദ്ദേഹത്തിന്. ബഹുമാനപ്പെട്ട മറുകും പാണക്കാട് തങ്ങളെ കൂടെ അദ്ദേഹം ജീവിച്ചപ്പോൾ അവരിൽ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട കണ്ണിയത്ത് ഉസ്താദിനെ പോയി കണ്ട് പൊരുത്തം വാങ്ങിയപ്പോൾ അവിടെ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട മടവൂര് CM വലിയുള്ളാഹിയെ കണ്ട് സംസാരിച്ചപ്പോൾ അവിടെ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട ശംസുലുലമ EK ഉസ്താദിനെ കണ്ടപ്പോൾ അവിടെ നിന്ന് കിട്ടി. ബഹുമാനപ്പെട്ട താജുല്ലുലമ ഉള്ളാൾ തങ്ങളിൽ നിന്ന് പഠിച്ചപ്പോൾ കിട്ടി. ബഹുമാനപ്പെട്ട ശൈഖുന AP ഉസ്താദിൽ നിന്ന് കിട്ടി. അങ്ങനെ പരമ്പര മുറിയാത്ത ആലിമീങ്ങളും സാദാത്യങ്ങളുമായ ആളുകളിൽ നിന്ന് ഈ സാധാരണക്കാരന് കിട്ടിയ ആ ഖുർആനികമായ ബന്ധം അത് വെച്ചുകൊണ്ട് അദ്ദേഹം എല്ലാ വർഷവും വാപ്പയുടെ പേരിൽ ഓതുകയാണ്. പ്രിയപ്പെട്ട മുഅ്മിനുകളെ, ആ ഖുർആൻ ഓത്ത് അത് അദ്ദേഹത്തിന്റെ കുടുംബത്തിൽ നടക്കുക. അടുത്ത കാലത്ത് ഭദ്രമായി നടക്കുന്ന, വളരെ സുഭദ്രമായ രീതിയിൽ വളരെ സന്തോഷത്തോടു കൂടെ ജീവിക്കുന്ന ആ കുടുംബത്തിൽ ഉള്ള മൂസ എന്നൊരു ചെറുപ്പക്കാരനെ വഹാബിസം സ്വാധീനിച്ച് ആ മൂസയെ മെല്ലെ മെല്ലെ ആകർഷിപ്പിച്ചു കൊണ്ടുപോയി. ഇപ്പൊ നോക്കുമ്പോൾ മൂസന്റെ ഉള്ളിൽ ഒരു കുഞ്ഞി മൂസ. അങ്ങനെ ഈ വർഷം ഇപ്പൊ നോക്കുമ്പോ ആ വാപ്പയും മക്കളും ഒരുമിച്ച് വല്ലിപ്പാന്റെ ആണ്ടിന് യാസീൻ ഓതാൻ വേണ്ടി കൂടിയപ്പോ യാസീൻ ഇങ്ങനെ എല്ലാവരും ഓതി ആ പകുതി ഇങ്ങനെ എത്തുമ്പോഴാണ് കുഞ്ഞിമൂസന്റെ വരവ്. കുഞ്ഞിമൂസന്റെ മൂസന്റെ ഉള്ളിലെ കുഞ്ഞിമൂസ അപ്പൊ തുടങ്ങി കുടുംബം കലഹിപ്പിച്ചു. എന്തേ? വാപ്പയെ ആദരിക്കാതെ, ഉമ്മയെ ബഹുമാനിക്കാതെ, ജ്യേഷ്ഠനോട് മര്യാദ കാണിക്കാതെ ആ കുടുംബത്തിലുള്ള ആ ഐക്യം മുഴുവനും നശിപ്പിച്ചുകൊണ്ട് വിശുദ്ധ ഖുർആൻ ഓതിക്കൊണ്ടിരിക്കുന്ന ആ വീട്ടിൽ മലായിക്കത്ത് നിറഞ്ഞു നിൽക്കുന്ന സമയം ആ വല്ലിപ്പയുടെ ഖബറിലേക്ക് ആ വിശുദ്ധ ഖുർആനിന്റെ ആ ബന്ധം, അള്ളാഹു പറഞ്ഞല്ലോ, അള്ളാഹുവിന്റെ ഖുർആൻ ഹബലുല്ലാഹി നൂറുല്ലാഹി എന്നൊക്കെ ഖുർആൻ പറഞ്ഞ ആ പ്രകാശം വല്ലിപ്പയുടെ ഖബറിലേക്ക് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത്. കുഞ്ഞുമൂസ വന്നിട്ട് പറഞ്ഞു, ഇവിടെ യാസീൻ ഓതാൻ പാടില്ല. ഓതൂല. വാപ്പ പറഞ്ഞു, ഇജ്ജ് എവിടുന്നാണ് പഠിച്ചത്? ഞാൻ ബാഫക്ക് തങ്ങൾ ഓതുന്നത് കേട്ടിക്കണ്, ഞാൻ പാണക്കാട് തങ്ങൾ ഓതുന്നത് കേട്ടിക്കണ്, ഞാൻ കണ്ണിയത്ത് ഉസ്താദ് ഓതുന്നത് കേട്ടിക്കണ്, ഞാൻ AP ഉസ്താദ് ഓതുന്നത് കേട്ടിക്കണ്, ഞാൻ താജുല്ലുലമ ഓതുന്നത് കേട്ടിക്കണ്. അവരൊന്നും ഇസ്ലാമിലല്ല. പ്രിയപ്പെട്ട സഹോദരന്മാരെ, കുഞ്ഞിമൂസയാകുന്ന വഹാബി അല്ലേ ഈ കുടുംബം മുഴുവനും കലക്കിയത്? വഹാബി നവോത്ഥാനത്തിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നെന്ത് എന്ന് ചോദിച്ചാൽ കേരള മുസ്ലിങ്ങളുടെ കുടുംബം കലക്കി, കുടുംബ കലഹങ്ങൾ സൃഷ്ടിച്ചു എന്നത് വഹാബിസം ഈ രാജ്യത്ത് ചെയ്ത ഒരിക്കലും മാപ്പർഹിക്കാത്ത തെറ്റാണ്. വഹാബിസം
ഈ രാജ്യത്തുണ്ടായിരുന്ന മുഴുവൻ കുടുംബങ്ങളിലും കലഹമുണ്ടാക്കി എന്നത് മാപ്പർഹിക്കാത്ത തെറ്റവർ ചെയ്തതാണ്.